ഇപ്പോൾ ഒരു സീനിയർ ഡെവലപ്പർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സീനിയർ ഡെവലപ്പർ, നമ്മൾ സീനിയർ എന്ന വാക്ക് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. പക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ആക്ച്വലി അത് നമ്മുടെ സ്കിൽ ലെവലിനെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അയാളുടെ എക്സ്പെർട്ടീസ് എന്ന് പറയണം. അയാൾ എത്രമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ഏറ്റെടുക്കാൻ സാധിക്കും, എത്രമാത്രം ഓണർഷിപ്പ് എടുക്കാൻ സാധിക്കും, എത്രമാത്രം പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാനും പിന്നെ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെച്യൂരിറ്റി ലെവലിനെയാണ് സീനിയർ ഡെവലപ്പർ എന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിൽ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വേണം. ചിലപ്പോൾ ഒരുപാട് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ കേപ്പബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അതിനൊരു നല്ലൊരു സീനിയർ എഞ്ചിനീയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അയാൾ സ്റ്റിൽ ജൂനിയർ ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് കൂടി എന്നല്ലാതെ അത് നമ്പർ ഓഫ് ഇയേഴ്സ് ചിലപ്പോൾ ആ സമയത്ത് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് മാറും, അയാൾക്ക് സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യുക, ഈ കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കണം. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കാതെ കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടെങ്കിൽ അവൻ റിയലി സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് മാറും.